ഓഡിയൻസിനോട് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു സാധാരണ ഒരു ഷോർട്ട് ഫിലിം മാത്രമാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ കഥ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ പല ആളുകളും നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സിനിമാ ഫീൽഡിലേക്ക്. ഇവിടെ ബഡ്ജറ്റ് ഒരു വിഷയമാണ്. ഈ ബഡ്ജറ്റ് വിഷയമാവാൻ കാരണം ഇവിടുത്തെ കുറെ സിനിമയ്ക്കുള്ളിലെ രാഷ്ട്രീയമുണ്ട്, സിനിമയ്ക്കുള്ളിലെ വർഗീയതയുണ്ട്. ഈ വർഗീയതയും രാഷ്ട്രീയവും എല്ലാം പ്രശ്നങ്ങളും പുതിയ ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. ഒരു ചെറിയ പടം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവർക്കും ചെന്ന് ഇപ്പം എൻ്റെ കൂട്ടുകാരൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ സബ്ജക്റ്റ് സംസാരിച്ച് അവൻ പറയുന്നത് നമുക്ക് വലിയ സിനിമയാന്ന് പറഞ്ഞത് വെറും മണ്ടൻ ചിന്താഗതിയാണ്. കാരണം ഒരു പ്രൊഡ്യൂസറുടെ എന്താ പറയുക കീറി കാലിയാക്കുന്ന പരിപാടിയാണ് ബിഗ് ബഡ്ജറ്റ് സിനിമകൾ. മാക്സിമം 1-1.5 കോടിക്കുള്ളിൽ ഒരു സിനിമയും മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. താരമൂല്യമുള്ള സിനിമകൾ മാറ്റി നിർത്താം. ഇപ്പൊ താരമൂല്യം എത്ര പേരുണ്ടെന്ന് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പൊ തന്നെ പുതിയ ആൾക്കാരൊന്നും താരമൂല്യം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആകെ ഇപ്പോൾ ഉള്ളൊരു 2 പടം വിജയിച്ചു കഴിഞ്ഞാൽ കോടികൾ മേടിക്കുക, എന്നിട്ട് ഇവരെക്കാൻ ആളുണ്ട്. എന്നിട്ട് പിന്നിൽ വേറെ കളിയുണ്ട്. അതാണ് സംഭവം. എന്തിനാണ് അങ്ങനെ? എന്നിട്ട് അവരെ കുറ്റവും പറയും, അവർ അത്ര മേടിക്കുന്നു ഇത്ര മേടിക്കുന്നു. പിന്നെ എന്തിനാണ് ഇവർ അടുത്ത് പോകുന്നത്? മനസ്സിലായി? എന്തോരം കഴിവുള്ള ആൾക്കാരുണ്ട്, എന്തോരം കഴിവുള്ള ആൾക്കാരുണ്ട് ഈ മലയാള സിനിമയിൽ നിൽക്കുന്ന. എത്ര പേരുണ്ട് ഈ കാലഘട്ടത്തിൽ കഴിവുള്ള. ഞാൻ ഇവിടെ പുതിയ ആൾക്കാരൊന്നും ഞാൻ വലുതായിട്ട് അംഗീകരിക്കത്തൊന്നുമില്ല. ഇവിടെ മമ്മൂക്കയും ലാലേട്ടനും മണിച്ചേട്ടനും ദിലീപേട്ടനും ജയറാമേട്ടനും സുരേഷ് ഏട്ടനും നസീർ സാറും സത്യൻ സാറിൻ്റെ ഒക്കെ ഞാൻ അംഗീകരിക്കത്തുള്ളൂ. കാരണം അന്നത്തെ സംവിധായകരും അന്നത്തെ ടെക്നീഷ്യനുമാണ് യഥാർത്ഥത്തിൽ. ഇപ്പം ഞാനടക്കമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കണം, ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് ചെയ്യാം. അന്ന് ജോൺ എബ്രഹാം സാറിന്റെ സമയത്ത് ആ പടമൊക്കെ ചെയ്യുന്ന സമയത്ത് തെങ്ങിന്റെ മേളിൽ കയറിയൊക്കെ ഇരുന്നിട്ടാണ് ഷോട്ട് എടുത്തത്. ഇന്ന് അമ്മ അറിയാം ആ സിനിമ. അന്ന് എന്താ പറയാ റീലായിരുന്നു. അന്ന് മറ്റേ ഇതാണ് ഫിലിമിന്റെ ഇതാണ്. അന്നൊരു 3 ടേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ തെറി വിളിക്കും. അന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ആ ഫിലിം എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതിനും അത്ര ഡിമാൻഡായിരുന്നു ആ ഒരു സമയത്ത്. അന്നത്തെ ഷോട്ടൊക്കെ നോക്കിയാൽ മതി, ലാലേട്ടന്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും സുരേഷ് ഏട്ടന്റെ ഒക്കെ ആണെങ്കിലും ഷോട്ടുകൾ നോക്കിയാൽ മതി. ചിലപ്പം കുറെ സെക്കൻഡുകൾ കാണും അവർ പറയുന്ന ഡയലോഗ് ഡെലിവറി. ഇപ്പോഴത്തെ പിള്ളേർ എത്ര പേര് പറയും?